റൈസിൻ്റെ ഇടയിൽ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു നാടൻ ഒഴിച്ചുകറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. 1/4 കപ്പ് പരിപ്പ് കഴുകി എടുത്തേക്കുന്നതാണ്. അത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ നെയ്യ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം മിക്സ് ചെയ്ത് 4 വിസിൽ വിട്ടെടുക്കാം. പരിപ്പ് വേവുമ്പോഴേക്കും കഷ്ണങ്ങളും വേവിച്ചെടുക്കാം. ഒരു പടവല എടുത്ത് ചെറുതായിട്ട് മുറിച്ചതാണ് പാനിലേക്ക് ഇട്ട് കൊടുക്കണേ. 3 തക്കാളി, 3 പച്ചമുളക് എരിവിനനുസരിച്ച് എടുത്തോളൂട്ട. കുറച്ച് വേപ്പില എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളും വെന്തുട്ട. പടവല ആയാലും പെട്ടെന്ന് വെന്ത് കിട്ടും. വേവിച്ച പരിപ്പ് ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പുളി ചേർക്കാം. ടേസ്റ്റിനനുസരിച്ച് പുളി ചേർത്തോളൂ. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് നല്ലോണം തിളച്ചോട്ടെ. തിളച്ചതിന് ശേഷം പുളിയും ഉപ്പൊക്കെ കറക്റ്റ് ആണോ ഒന്നും കൂടി ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. കൂട്ടാൻ നല്ലോണം തിളച്ചു വിട്ടാ. ഇനി നമുക്ക് വറുത്തിടാം. വറുത്തിടാൻ ആവശ്യമുള്ള എണ്ണ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കായപ്പൊടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. 5-6 വെളുത്തുള്ളി, 2 ചുവന്ന മുളക്, 1 സവോള, കുറച്ച് വേപ്പില, 3 കൊണ്ടാട്ടമുളക്. സവോള നല്ലോണം സോഫ്റ്റ് ആവട്ടെ. ഇതിൽ തീർച്ചയായിട്ടും കൊണ്ടാട്ടമുളക് ചേർക്കണം കേട്ടോ. അതൊരു പ്രത്യേക സ്വാദാണ് കൂട്ടാനിന്. സവോള നല്ലോണം സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയല്ലോ കേട്ടോ. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിലുള്ള ഒരു ഒഴിച്ചു കൂട്ടാനാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.